ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റോഡ് ടു ജോബ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ റെയിൽവേയുടെ പുതിയ നോട്ടിഫിക്കേഷനാണ്. ഇന്ത്യൻ റെയിൽവേയുടെ ഒരു സസ്പെൻസ് ത്രില്ലറാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. 12,000 പോസ്റ്റാണ് നോട്ടിഫൈ ചെയ്തിട്ടുള്ളത് ഈ ഷോർട്ട് നോട്ടീസിലൂടെ. അതുകൊണ്ട് തന്നെ ഈ അവസരം നിങ്ങൾ ഒരിക്കലും പാഴാക്കരുത്. സോ ലെറ്റ്സ് ഡിസ്കസ് അബൌട്ട് ദ കണ്ടന്റ് ഓഫ് ദ നോട്ടിഫിക്കേഷൻ. ആദ്യമായിട്ട് തന്നെ ഇന്ത്യൻ റെയിൽവേയുടെ ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ് ഈ കാണുന്നത്. റിക്രൂട്ട്മെൻറ്റ് ബോർഡ്, റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡാണ് ഈ നോട്ടിഫിക്കേഷൻ, ഈ ഷോർട്ട് നോട്ടീസ് പുറത്തിറക്കിയിട്ടുള്ളത്. നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറിയാണ് ഈ വാക്കൻസി വന്നിട്ടുള്ളത്. ഗ്രാജുവേറ്റ്സിനും അണ്ടർ ഗ്രാജുവേറ്റ്സിനും സെപ്പറേറ്റ് ആയിട്ടാണ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കുവാണെങ്കിൽ ഓപ്പണിംഗ് ഡേറ്റ് വരുന്നത് 14/9/2024, ഇതുവരെ തുടങ്ങിയിട്ടില്ല. ക്ലോസിംഗ് ഡേറ്റ് ഓഫ് സബ്മിഷൻ ഓഫ് ആപ്ലിക്കേഷൻ 13 ഒക്ടോബർ 2024 ഇനി വാക്കൻസീസ് ഫോർ ഗ്രാജുവേറ്റ് പോസ്റ്റ്, അതായത് ഡിഗ്രി ഉള്ളവർക്കായിട്ടുള്ള പോസ്റ്റുകളാണ്. ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ, പേ ലെവൽ 6 ആണ്. ബേസിക് പേ 35,400. മെഡിക്കൽ സ്റ്റാൻഡേർഡ് B2. ഈ വീഡിയോയുടെ ലാസ്റ്റ് പോർഷനിൽ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ്. അടുത്തതായിട്ട് സ്റ്റേഷൻ മാസ്റ്റർ 6th പേ ലെവലാണ്, 35,400 ബേസിക് പേ. A2 സ്റ്റാൻഡേർഡ് 36 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും, 994 പോസ്റ്റ്. നെക്സ്റ്റ് ഗുഡ്സ് ട്രെയിൻ മാനേജർ, പേ ലെവൽ 5, 29,200. A2 സ്റ്റാൻഡേർഡ് 3,144, 3144 വാക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റൻറ്റ് കം ടൈപ്പിസ്റ്റ്, പേ ലെവൽ 5, C2 മെഡിക്കൽ സ്റ്റാൻഡേർഡ് 36 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും, 1,507 വാക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് 5 ലെവലാണ്, 29,200. C2 മെഡിക്കൽ സ്റ്റാൻഡേർഡ് 732 വാക്കൻസിയാണ്. അങ്ങനെ ഗ്രാൻഡ് ടോട്ടൽ 8,113 പോസ്റ്റ് ഗ്രാജുവേറ്റ്സിന് മാത്രമുള്ളതാണ്. നെക്സ്റ്റ് പറയാൻ പോകുന്നത് അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റാണ്. ഇവിടെ അണ്ടർ ഗ്രാജുവേറ്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് +2 ക്വാളിഫിക്കേഷനാണ്. അപ്പോൾ ഫസ്റ്റ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക്, പേ ലെവൽ 3 ആണ്, 21,700. B2 സ്റ്റാൻഡേർഡ് 2,022 വാക്കൻസി ഉണ്ട്. അക്കൗണ്ട് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്, പേ ലെവൽ 2, 19,900 ആണ് ബേസിക് പേ. C2 മെഡിക്കൽ സ്റ്റാൻഡേർഡ് 33 വയസ്സ് വരെ നോർമൽ ജനറൽ കാറ്റഗറി അപ്ലൈ ചെയ്യാം, 361 വാക്കൻസി. ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്, പേ ലെവൽ 2, C2 മെഡിക്കൽ സ്റ്റാൻഡേർഡ് 33 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും, 990 വാക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ട്രെയിൻസ് ക്ലർക്ക്, പേ ലെവൽ 2 വിളിച്ചിട്ടുള്ളത്, 19,900 ബേസിക് പേ. A3 മെഡിക്കൽ സ്റ്റാൻഡേർഡ് 72 വാക്കൻസി. ഗ്രാൻഡ് ടോട്ടൽ 3,445 വാക്കൻസി ഫോർ +2, എക്സ്ക്ലൂസീവ്ലി ഫോർ +2 കാൻഡിഡേറ്റ്സിനാണ്. അപ്പോൾ നമുക്കിനി മെഡിക്കൽ സ്റ്റാൻഡേർഡ്സിനെ കുറിച്ച് പറയാം. ഇത് ഷോർട്ട് നോട്ടീസ് ആയതുകൊണ്ട് തന്നെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടില്ല. പക്ഷേ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സിൻ്റെ ഡിസ്ക്രിപ്ഷനായിട്ട് 3-4 പോയിൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്നത് A2 മെഡിക്കൽ സ്റ്റാൻഡേർഡ്സിനെ വിഷൻ സ്റ്റാൻഡേർഡ്സ് ആണ്. A3 മെഡിക്കൽ സ്റ്റാൻഡേർഡ്സിന് വിഷൻ നോക്കാം. ഫിസിക്കലി ഫിറ്റ് ഇൻ ഓൾ ആസ്പെക്ട്സ്. നെക്സ്റ്റ് വിഷൻ സ്റ്റാൻഡേർഡ്സ് 6/9, 6/9 നിയർ വിഷൻ. ഈ കൊടുത്തിട്ടുള്ളത് വായിച്ച് നോക്കുക. ഓരോരുത്തരുടെയും മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കുക. C2 സ്റ്റാൻഡേർഡ് എല്ലാ 4 സ്റ്റാൻഡേർഡ്സിനും ഫിസിക്കലി ഫിറ്റ് ഇൻ ഓൾ റെസ്പെക്ട്സ് ആണ് കൊടുത്തിട്ടുള്ളത്. എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോയിൽ നമ്മൾ പറയുന്നതായിരിക്കും. റിസർവേഷൻ ഫോർ SC, ST, OBC അതും നോർമലാണ്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ എല്ലാവിധ റിലാക്സേഷനും കാറ്റഗറിക്ക് കിട്ടുന്നതാണ്. നെക്സ്റ്റ് എക്സാമിനേഷൻ ഫീ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 500 ഫോർ ജനറൽ കാറ്റഗറി, അതിൽ 400 രൂപ തിരിച്ച് റീഫണ്ട് ചെയ്ത് കൊടുക്കുന്നതാണ് ഓൺ അപ്പിയറിംഗ് ഇൻ CBT എക്സാം. നെക്സ്റ്റ് പറയാൻ പോകുന്ന SC, ST, എക്സ് സർവീസ്, PWD, ഫീമെയിൽ, ട്രാൻസ്ജെൻഡർ, മൈനോറിറ്റീസ് 250 ആണ്. 250 റുപ്പീസ് തന്നെ റീഫണ്ട് ചെയ്യപ്പെടുന്നതാണ്. വൺ കണ്ടീഷൻ ഉണ്ട്, CBT എക്സാമിന് ഹാജരാകുന്നവർക്ക് മാത്രമേ റീഫണ്ട് ഓപ്ഷൻ അവൈലബിൾ ഉള്ളൂ. ഈ കാണുന്നത് 21 വെബ്സൈറ്റും ഓരോ സ്റ്റേറ്റിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റാണ്. റെയിൽവേയുടെ തന്നെ ഒഫീഷ്യൽ വെബ്സൈറ്റാണ്. എല്ലാവിധ അപ്ഡേറ്റ്സും ഈ വെബ്സൈറ്റുകളിൽ ലഭിക്കുന്നതാണ്. അപ്പോൾ നിരന്തരമായി അവരവരുടെ വെബ്സൈറ്റ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നോട്ടിഫിക്കേഷൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ കാര്യങ്ങളാണ് ഈ ഷോർട്ട് നോട്ടീസിലൂടെ ഇന്ത്യൻ റെയിൽവേ പുറത്തുവിട്ടിട്ടുള്ളത്. ഇനി ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ വരേണ്ടതാണ്. അപ്പോൾ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി കാത്തിരിക്കൂ.
അപ്പോൾ ആർക്കെങ്കിലും സ്വന്തമായി അപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ നമ്പറുമായി കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ രജിസ്ട്രേഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ്. തികച്ചും ഫ്രീ ആണ്.